ബീന മാനുവൽ ഫിസിക്സ് ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം. ഇന്ന് മെയ് 13 നമ്മൾ ഈദ് ആഘോഷിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഈദിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പൊതു ആഘോഷങ്ങളൊന്നുമില്ലാതെ, ഒത്തുചേരലുകളില്ലാതെ അടുത്ത ഒരു പെരുന്നാൾ കൂടി നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകുന്നു. പക്ഷേ കോവിഡ് എന്ന മഹാമാരിനെ നമുക്ക് ഒരു കരുത്തായിട്ട്, ഒറ്റ മനസ്സായിട്ട് നമുക്ക് മുന്നേറിയാൽ മാത്രമേ ഉള്ളൂ അതിനെ അതിജീവിക്കാൻ സാധിക്കത്തുള്ളൂ. സോ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, അല്ലാഹ് വിൽ ബ്ലെസ് യു. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസിന്റെ അകത്തോട്ട് മോസ്റ്റ് വെൽക്കം. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് തെർമോഡൈനാമിക്സ് എന്താണ്, അതിനകത്ത് കുറെ ടേംസുകളൊക്കെ പഠിപ്പിച്ചു. സിസ്റ്റം എന്താണ്, യൂണിവേഴ്സ് എന്താണ്, സറൗണ്ടിങ്സ് എന്താണ്, ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ് വേരിയബിൾസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിന്റെ അകത്തോടെ ഓടിയത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു റിലേഷൻ ആണ്. ആ റിലേഷൻ ബിറ്റ്വീൻ CP ആൻഡ് CV അല്ലെങ്കിൽ മേയേഴ്സ് റിലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ ടേമിലി എക്സാമിലെ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ ഒരു പാർട്ടിന്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഡെറിവേഷൻ പാർട്ടിലോട്ട്. അപ്പൊ ഇതൊരു ഡെറിവേഷൻ പാർട്ടാണ്. ആ ഡെറിവേഷൻ പാർട്ടില് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച സ്പെസിഫിക് കപ്പാസിറ്റിയുടെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ മോളാർ ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ആ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ 11ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഒരു 2 ഇക്വേഷൻ ആണ്. ഒന്ന്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി S is equal to 1/m into delta Q divided by delta T. അതുപോലെ തന്നെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി C is equal to 1/mu into delta Q divided by delta T എന്ന്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന C എന്ന്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് എങ്കിൽ S എന്നുമാണ്. അപ്പൊ നമ്മളിവിടെ ഡെറിവേഷൻ പാർട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ മോളാർ ഹീറ്റ് കപ്പാസിറ്റിയുടെ ആ ഒരു ഇക്വേഷനിൽ നിന്നാണ്. അല്ലെങ്കിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ C is equal to 1/mu into delta Q divided by delta T. ഇവിടെ mu എന്ന് പറയുന്നത് മ്യൂസ് ദി നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ നമ്മുടെ റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ CP ആൻഡ് CV ഈ റിലേഷൻ നമ്മൾ പറയുന്നത് ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷന്റെ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്ത് കൺസിഡറേഷൻ എടുത്തുകൊണ്ടാണ്? ഐഡിയൽ ഗ്യാസിന്റെ കേസസ് ആണ്. ഐഡിയൽ ഗ്യാസിന്റെ കേസസ് നമ്മൾ ഐഡിയൽ ടെമ്പറേച്ചറിന്റെ കേസസ് ഒക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കെൽവിന്റെ ടെമ്പറേച്ചർ ഒക്കെ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഒക്കെ പറയാൻ നേരത്ത്, അല്ലെങ്കിൽ കെൽവിൻ സ്കെയിൽ ഒക്കെ പഠിപ്പിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡിങ്? ടെമ്പറേച്ചറിനെ മാത്രമാണ് ഡിപ്പെൻഡിങ്. പ്രഷറിനെ, വോളിയത്തെയും എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കൺസിഡറേഷൻ. അപ്പൊ ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷന്റെ അവിടെ നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡിങ് ആണ് ഒന്ന് ഓർത്തിരിക്കുക. പ്രഷറും വോളിയം ഒന്നും ഇതിന് എന്തല്ല, ഡിപ്പെൻഡിങ് അല്ല എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മോളാർ ഹീറ്റ് കപ്പാസിറ്റി C is equal to 1/mu എന്നുള്ളതിന്റെ അകത്ത് mu എന്ന് പറയുന്നത് എത്രയായിട്ട് കൺസിഡർ ചെയ്യുന്നു? 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ ഇക്വേഷൻ ബിക്കോം C is equal to delta Q divided by delta T. അടുത്ത കണ്ടീഷൻ എന്താണ്? mu എന്ന് പറയുന്നതിന്റെ റീഡിംഗ് എത്രയാണ്? 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. therefore C is equal to delta Q divided by delta T. ഇനി നമ്മൾ 2 സ്പെഷ്യൽ കേസസ് എടുക്കുകയാണ്. ഒന്ന് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും, ഈ ഇക്വേഷൻ തന്നെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന്റെ കേസസും അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിന്റെ കേസസും. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷറിന്റെ കേസസിൽ നമ്മൾ ഈ C എന്നുള്ളതിനെ എന്താക്കും? CP എന്നാക്കും. അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിന്റെ കേസസിൽ ഇതിനെ നമ്മൾ എന്താക്കും? CV എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പം ആദ്യത്തെ നമ്മുടെ കണ്ടീഷൻ എന്താണ്? അപ്പൊ ഈ 2 ഇക്വേഷൻ ഐഡിയൽ ഗ്യാസിന്റെ കേസസും mu എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും കോമൺ ആണെന്ന് ഓർക്കുക. ഇനി ആദ്യത്തെ നമ്മുടെ കണ്ടീഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന്റെ കേസസിൽ CP എന്ന് പറയുന്നത് ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? CP is equal to delta Q divided by delta T എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന്റെ കേസസിൽ CP is equal to delta Q divided by delta T. ഇവിടെ mu എന്ന് പറയുന്നത് 1 ആണ്. delta Q divided by delta T അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് കാണിക്കാനായിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എന്ത് എഴുതുക? ഒരു P എഴുതുക. നെക്സ്റ്റ്,
നമ്മൾ ഇനി ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഇപ്പൊ നമ്മള് 11ാമത്തെ ചാപ്റ്ററിൽ പഠിപ്പിച്ച ആ ഒരു ഇക്വേഷൻ ആണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് ഏത് ലോയുടെ കീഴിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. 0th ലോ നമ്മൾ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലോ നമ്മൾ പഠിപ്പിച്ചായിരുന്നു. ആ ഫസ്റ്റ് ലോയുടെ ഒരു ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് ലോയെ ആയിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ ബി, ഡെൽറ്റ ക്യൂ ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ ബി. അതാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്തൊക്കെ ഇട്ടിട്ട് വർക്കിന് പി ഡെൽറ്റ ബി എന്നുള്ളത് ചേഞ്ച് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. അപ്പം നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ ബി എന്നുള്ള ഇക്വേഷൻ എടുക്കുന്നു. ഇനി ഈ ഇക്വേഷന്റെ അകത്ത് നമുക്ക് എന്തുണ്ട്? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ബി. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ ഇവിടെ ഡെൽറ്റ ക്യൂ ആണ്. ഇവിടെ നമുക്കൊരു ഡെൽറ്റ ഇക്വേഷൻ നമ്പർ ക്യൂവിന്റെ ഇവിടെ ഒരു ഡെൽറ്റ ക്യൂ ഉണ്ട്. അപ്പൊ ഡെൽറ്റ ക്യൂ ഈ ക്യൂവിന്റെ റീഡിംഗ് നമ്മൾ എവിടെ ഏത് ഇക്വേഷന്റെ അകത്ത് ഇട്ട് കൊടുക്കുക? ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇക്വേഷൻ ഡെൽറ്റ ക്യൂവിന്റെ സ്ഥാനത്ത് എന്ത് വരും? ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇവിടെ രണ്ട് ടേം ഉണ്ട്. ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ ബി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നാണ്. അപ്പൊ രണ്ടിനും കോമൺ ആയിട്ട് ഡെൽറ്റ ടി ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ബിക്കം ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്ലസ് പി ഡെൽറ്റ ബി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പൊ നമ്മുടെ പ്രഷറിന്റെ കേസസ് കഴിഞ്ഞു. അപ്പൊ എന്താ നമ്മൾ ആദ്യം ചെയ്തത്? നമ്മുടെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന്റെ കേസസിൽ നമ്മുടെ ഇക്വേഷൻ ബിക്കം ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് എഴുതുക. അപ്പൊ ഇവിടെ പ്രത്യേകം ഓർക്കുക, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് എടുക്കുമ്പോൾ പിയുടെ റീഡിങ് ഓൾവേസ് എന്താണ്? പിയുടെ റീഡിങ് എന്ന് പറയുന്നത് 1 ആണ്. അതേസമയം വോളിയത്തിന്റെ കേസസിൽ നമ്മൾ അടുത്തത് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എടുക്കുമ്പോൾ ഡെൽറ്റ വി എന്നുള്ളത് വോളിയം കോൺസ്റ്റന്റ് ആക്കി എടുക്കുമ്പോൾ വിയുടെ റീഡിങ് 0 ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ ഒരു ടേം ക്യാൻസൽ ആയിപ്പോ. അപ്പൊ അത് മനസ്സിൽ പ്രത്യേകം ഓർക്കുക. അപ്പൊ ഇവിടെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നുള്ളിടത്ത് നമ്മുടെ ഇക്വേഷൻ എന്താകും? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നുള്ളത് ഫസ്റ്റ് തെർമോഡൈനാമിക്സിന്റെ ഇതിന്റെ അകത്ത് ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ബിക്കം ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ ബി. പി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിരിക്കുകയാണ്. പി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിരിക്കുന്നു. ഡെൽറ്റ ബി ചേഞ്ചിങ് വോളിയം, അതുപോലെ തന്നെ ഡെൽറ്റ ബി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇനി ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നതാണ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന്റെ ഇക്വേഷൻ. നെക്സ്റ്റ് നമ്മൾ അടുത്ത കണ്ടീഷൻ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിന്റെ കേസസ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് വോളിയത്തിന്റെ ഇവിടെ സി പി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. പി താഴെ എഴുതുക കേട്ടോ. സി വി ഓക്കെ, കറക്ഷൻ ആണേ. ഓക്കെ, അപ്പൊ സി വി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നുള്ളത് വോളിയത്തിന്റെ കേസസ് വോളിയം നമ്മൾ എന്താക്കി നിർത്തുന്നു? കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നു. അപ്പൊ ഇതേ പ്രൊസീജിയറിൽ കൂടി തന്നെ നമ്മൾ കടന്നു പോകുന്നു. അപ്പൊ ആദ്യം അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിന്റെ കേസസിൽ അവിടെ വി എന്നുള്ളത് എന്താകും? 0 ആണ് എന്നുള്ളത് ഓർത്ത്. കോൺസ്റ്റന്റ് വോളിയം ആണ് എങ്കിൽ വി എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം എന്ന് പ്രത്യേകം ഓർക്കുക. ദർഫോർ വി ഇസിക്കൽ ടു 0. ഞാൻ ബ്രാക്കറ്റ് തന്നെ അത് ജസ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകണ്ട എന്നോർത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിന്റെ കേസസിൽ ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇക്വേഷൻ അതേപടി എടുത്തെഴുതുക. ഇവിടെ പി എന്നുള്ള പ്രഷറാണ്, ഇവിടെ നമുക്ക് വരുമ്പോൾ എന്താണ്? വോളിയം ആണ്. ദർഫോർ വി എന്ന് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് കൊടുക്കുക? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഏതാണ്? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇപ്പൊ ഇവിടെ വിയുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്നാണ്. ഇവിടെ വി എന്ന് പറയുന്നത് 0 ആകുമ്പോൾ ഈ ഒരു ടേം എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ഈ ഒരു വി എന്ന് പറയുന്നത് പി ഡെൽറ്റ വി, വിയുടെ റീഡിംഗ് എത്രയാണ്? 0 ആണെന്ന് ഓർത്തിരിക്കാം. മറ്റടുത്ത് പി എന്ന് പറയുന്നത് 1 ആയിട്ടാണ് എടുക്കുന്നത്. സോ വിയുടെ റീഡിംഗ് 0 ആണ്. അപ്പൊ അതുകൊണ്ട് ആ ടേമേ ക്യാൻസൽ ആയി പോകും. ദർഫോർ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എന്താകും? ഡെൽറ്റ യു എന്നാകും. ഇനി ഇക്വേഷൻ നമ്പർ ഇവിടെ ഈ ഇക്വേഷൻ നമ്പർ നമുക്കിപ്പം ഫസ്റ്റ് ലോയ്ക്കകത്തുനിന്ന് ഡെൽറ്റ ക്യൂവിന്റെ റീഡിംഗ് കിട്ടി. ആ റീഡിംഗ് നമ്മൾ ഏതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? ആദ്യത്തെ സി വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു വി. ഇവിടെ ഇക്വേഷൻ നമ്പർ എ എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ ബി ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ എ.
ഇക്വേഷൻ ബി നമ്മൾ തെർമോഡൈനാമിക്സിന്റെ ലോയ്ക്കകത്തുനിന്ന് നമ്മൾ കൊണ്ടുവരുന്നിരിക്കുന്നത് ഡെൽറ്റ ക്യൂടെ റീഡിംഗ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ എ. അപ്പൊ ഡെൽറ്റ ക്യൂവിന്റെ സ്ഥാനത്ത് എന്താകും? ഡെൽറ്റ ക്യൂടെ ഈ ക്യൂവിന്റെ സ്ഥാനത്ത് നമ്മൾ ഈ റീഡിംഗ് കൊടുക്കുക ഡെൽറ്റ യു, ദാറ്റ് ഈസ് ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നാവും അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇപ്പൊ ഇക്വേഷൻ നമ്പർ നമുക്ക് അടുത്ത ഇക്വേഷനും കിട്ടി, ഇക്വേഷൻ നമ്പർ 4. ഇനി നമ്മള് എന്താണ് നമുക്ക് വേണ്ടത്? സി പി മൈനസ് സി വി ഇസിക്വൽ ടു ആർ ആണ്. സി പി മൈനസ് സി വി, അതാണ് നമ്മുടെ റിലേഷൻ. സി പി മൈനസ് സി വി. ഇപ്പൊ നമുക്ക് രണ്ടും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സി പി കിട്ടിയിട്ടുണ്ട്, ഇവിടെ സി വി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സി പി മൈനസ് സി വി എന്ന് പറയുമ്പോൾ ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4 ചെയ്യുക. ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4, ദാറ്റ് ഈസ് സി പി മൈനസ് സി വി. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് ആദ്യത്തെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന്റെ ഡെൽറ്റ സി പി മൈനസ് സി വി. ഒരു സൈഡ് സി പി ആണ്, ആ സൈഡ് രണ്ടും എടുത്ത് എഴുതുക. സി പി മൈനസ് സി വി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡ് എഴുതുമ്പോൾ ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ മൈനസ് ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സി വിയുടെ സി പി മൈനസ് സി വി അത് അങ്ങനെ എടുത്തെഴുതുക. അപ്പൊ ഇനി ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിന്റെ താഴെ കോൺസ്റ്റന്റ് പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. എന്തുകൊണ്ടാണ്? നമ്മൾ ഐഡിയൽ ഗ്യാസിന്റെ കേസസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഐഡിയൽ ഗ്യാസിന്റെ കേസസിൽ പ്രഷറും വോളിയും ഒന്നും ഡിപ്പെൻഡിങ് അല്ല. എന്ത് മാത്രമേ ഡിപ്പെൻഡിങ് ഉള്ളൂ? ടെമ്പറേച്ചറിന്റെ ടേം വന്നാൽ മാത്രമേ ഉള്ളൂ എന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പി ആണല്ലോ, ഇവിടെ വി ആണല്ലോ എന്നൊന്നും ഓർക്കണ്ട. അപ്പൊ അതുകൊണ്ട് അതിന് വലിയ യാതൊരു പ്രാധാന്യവും ഇല്ല. സോ ഈ രണ്ട് ടേം ഇവിടെ നമുക്ക് രണ്ടും സിമിലർ ആയിട്ടൊരു ടേം ഉണ്ട്, ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇവിടെയുണ്ട് മൈനസ് ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അപ്പൊ അതുകൊണ്ട് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഇക്വേഷൻ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നാകും. സി പി മൈനസ് സി വി ഇസിക്വൽ ടു ഈ രണ്ട് ടേം ക്യാൻസൽ ആയിപ്പോയി. പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇനിയിപ്പോ നമ്മൾ ഐഡിയൽ ഗ്യാസിന്റെ കേസസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പി എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് അടിയിൽ കൊടുത്തിരിക്കുന്ന പി ക്യാൻസൽ ചെയ്തത്? ഐഡിയൽ ഗ്യാസിന്റെ കേസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഐഡിയൽ ഗ്യാസിന്റെ കേസസിൽ ഡിപ്പെൻഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. പ്രഷറും വോളിയം ഒന്നും ഡിപ്പെൻഡിങ് അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ താഴെ പി എഴുതുന്നതിന്റെ അകത്ത് യാതൊരു അർത്ഥവുമില്ല. ഒരു ടേം മാത്രമാണ് നമ്മൾ നോക്കിയാൽ മതി. സോ സി പി മൈനസ് സി വി ഇസിക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ റിസൾട്ട് കിട്ടാനുള്ളത് ഒരു 6 കിട്ടാനുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ ഏതാണ്? പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി അല്ലെങ്കിൽ എൻ ആർ ടി എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ എടുക്കുക. പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി അല്ലെങ്കിൽ എൻ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. അതിന്റെ അകത്ത് നമ്മൾ 2 കണ്ടീഷൻ കൊണ്ടുവരുന്നു. രണ്ട് കണ്ടീഷൻ കൊണ്ടുവരുന്നു. മ്യൂ എന്ന് പറയുന്നത് എന്താ പറയുന്നത് നമ്പർ ഓഫ് മോൾസിന്റെ കേസസ് ആണ്. അത് നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 1 ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ അത് ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ എൻ എന്ന് എഴുതുക, അല്ലെങ്കിൽ മ്യൂ ആണെങ്കിൽ മ്യൂ എന്ന് എഴുതുക. മ്യൂ ഇസ് ഈക്വൽ ടു 1. ഇനി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിരിക്കുന്നത്. അടുത്ത കണ്ടീഷൻ എന്താണ്? ഐഡിയൽ ഗ്യാസിന്റെ കേസസിൽ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന്റെ കേസസിൽ നമുക്ക് ആ ഇക്വേഷന്റെ അകത്ത് നമുക്ക് കോൺസ്റ്റന്റ് പ്രഷർ ആണ് എങ്കിൽ പി വി ഇസിക്വൽ ടു എൻ ആർ ടി ആണെങ്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നിർത്തുക. അപ്പൊ ഇനി എന്തൊക്കെ ചേഞ്ച് ചെയ്യാം? വോളിയം ചേഞ്ച് ചെയ്യാൻ ടെമ്പറേച്ചർ എന്നും ആറും കോൺസ്റ്റന്റ് ആണ്. ദെയർഫോർ വിയും ടിയും ആണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. ദെയർഫോർ നമ്മുടെ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതുക. പി ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താ? പി കോൺസ്റ്റന്റ് ആണ്. ഡെൽറ്റ വി എന്ന് പറയുന്നത് ചേഞ്ചിങ് വോളിയം ആണ്. വോളിയം ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യും. ദെയർഫോർ ഡെൽറ്റ ചേഞ്ചിങ് വോളിയം എന്നുള്ളത് ഡെൽറ്റ വി എന്ന് എഴുതുക. എൻ എത്രയാണ്? 1 ആണ്. അപ്പൊ അതുകൊണ്ട് അത് എഴുതണ്ട. പിന്നെ R കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇവിടെ ടി എന്ന് പറയുന്നത് എന്താണ്? അഗൈൻ ചേഞ്ചിങ് ഫാക്ടർ ആണ്. അപ്പൊ ചേഞ്ച് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും. ആ ഒരു ചേഞ്ചിങ്ങിനെ നമ്മൾ എന്ത് എഴുതുക? ഡെൽറ്റ ടി എന്ന് എഴുതുക. അപ്പൊ പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ ടി എന്നാകും നമ്മുടെ ഇക്വേഷൻ. ദെയർഫോർ ആ ഇക്വേഷന്റെ അകത്തുനിന്ന് ആർ ഇസ് ഈക്വൽ ടു എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർ ഇസ് ഈക്വൽ ടു ഇവിടെ കിടക്കുന്ന ടേം എന്താകും? ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ആർ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. ആർ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. സോ ഇപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? ഒരു ആറിന്റെ റീഡിംഗ് കിട്ടി. ആറിന്റെ റീഡിംഗ് എത്രയാണ്? പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. ആർ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്.
ഈ ഈക്വേഷന് ഈ പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി തന്നെയാണ് നമുക്ക് എവിടെ കിട്ടിയത്? സി പി മൈനസ് സി വി ഇസിക്കൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. ബാക്കി രണ്ട് ടേമും ക്യാൻസൽ ആയി പോയി. അതുകൊണ്ട് നമുക്ക് ഈ പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 6 എന്ന് എഴുതാൻ പറ്റും. ദെയർഫോർ നമുക്ക് എന്ത് എഴുതാം? സി പി മൈനസ് സി വി ഇസിക്കൽ ടു എന്ത് എഴുതാം? 6. സി പി മൈനസ് സി വി ഇസിക്കൽ ടു 6. അതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. സി പി മൈനസ് സി വി ഇസിക്കൽ ടു 6 എന്നുള്ളതാണ് എന്ത് റിലേഷൻ എന്ന് പറയുന്നത്? മേയേഴ്സ് റിലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഇക്വേഷൻ ഡെറിവേഷൻ പാർട്ട് എഴുതി തന്നെ പഠിക്കുക കേട്ടല്ലോ. അപ്പൊ നമ്മുടെ ഒന്നും കൂടെ പറയാം, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഇക്വേഷനിൽ നിന്നാണ്? നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച മോളാർ ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷനിൽ നിന്നാണ്. അപ്പൊ ആ ഇക്വേഷന്റെ അകത്ത് 1/μ ഇസിക്കൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യൂ. മ്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്താക്കി എടുത്തിരിക്കുന്നു? 1 മോളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നു രണ്ട് കണ്ടീഷൻ ഈ ഇക്വേഷന്റെ അകത്ത്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ആദ്യം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് കൺസിഡർ ചെയ്യുന്നത്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സി എന്നുള്ളതിന് എന്താക്കും? സി പി എന്നാകും. ദാറ്റ് ഈസ് ഇക്വൽ ടു μ1 ആണ്. ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നുള്ളതിന് പി കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ തെർമോഡൈനാമിക് ലോയുമായിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ലോയ ഡെൽറ്റ ക്യൂ ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി. ഇനി ഇവിടെ പിയുടെ റീഡിംഗ് എന്താ? കോൺസ്റ്റന്റ് പ്രഷറിന്റെ കേസസിൽ പിയുടെ റീഡിംഗ് 1 ആണെന്ന് ഓർക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ ഡെൽറ്റ ക്യൂവിന്റെ സ്ഥാനത്ത് ഡെൽറ്റ ക്യൂ ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നുള്ളത് ഈ ഡെൽറ്റ ക്യൂവിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദെയർഫോർ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1. ദെയർഫോർ നമ്മുടെ ഇക്വേഷൻ ബിക്കം Cp is equal to delta U divided by delta T at constant pressure plus P into delta V divided by delta T at constant pressure എന്നാകും. ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പ്രഷറിന്റെ ഫൈനൽ ഇക്വേഷൻ. അതവിടെ നിർത്തി. നെക്സ്റ്റ് നമ്മൾ എന്ത് എഴുതാം? അറ്റ് കോൺസ്റ്റന്റ് വോളിയം. വോളിയത്തിന്റെ കേസസിലെ വീട് റീഡിംഗ് എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. ദെയർഫോർ സി വി ഇസ് ഈക്വൽ ടു നമുക്ക് എന്താകും? ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ നമ്മൾ തെർമോഡൈനാമിക് ലോ എടുക്കുന്നു. ഇവിടെ വീടെ റീഡിംഗ് 0 ആയതുകൊണ്ട് ഈ ടേം ക്യാൻസൽ ആയി പോകും. ഡെൽറ്റ ക്യൂ ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പൊ അത് നമ്മൾ വീടെ റീഡിംഗ് 0 ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇക്വേഷൻ ക്യാൻസൽ ആയി. അപ്പം ദെർഫോർ ഡെൽറ്റ ക്യൂ ഇസിക്കൽ ടു ഡെൽറ്റ യു എന്നാകും. ഈ ഇക്വേഷനെ നമ്മൾ നമ്മുടെ ഈ ആദ്യത്തെ ഇക്വേഷന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഡെൽറ്റ ക്യൂവിന്റെ സ്ഥാനത്ത് ഡെൽറ്റ യു കൊടുക്കുക. ദെർഫോർ നമ്മുടെ ഇക്വേഷൻ വെക്കാൻ ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. നമുക്ക് വേണ്ടത് സി പി മൈനസ് സി വി ആണ്. അപ്പൊ നമുക്ക് സി വിയും കിട്ടിയിട്ടുണ്ട്, സി പിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ദെർഫോർ സി പി മൈനസ് സി പിയുടെ റീഡിംഗ് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു എന്റെ ഇപ്പുറത്തെ സൈഡ് തമ്മിൽ കുറയ്ക്കുക. ദെർഫോർ ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി പ്ലസ് പി ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് സി പി ആണ്. മൈനസ് സി വിയുടെ റീഡിംഗ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇനി ഇവിടെ ഇവിടെ എല്ലാം ഇവിടെ പി ആണ് വരുന്നത്. ഇവിടെ നമുക്ക് എന്താണ്? ബി ആണ് വരുന്നത്. അപ്പം അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടിൽ ആ പിയും ബി ഒന്നും വരുന്നതുകൊണ്ട് സബ്സ്ക്രിപ്റ്റിൽ ആ ഒരു പിയും ബിയും വരുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇനി എടുക്കുന്നത്? ഐഡിയൽ ഗ്യാസിന്റെ കേസസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഐഡിയൽ ഗ്യാസിന്റെ കേസസിലെ ഡിപ്പെൻഡിംഗ് ഫാക്ടർ ഓൺലി എന്താണ്? ടെമ്പറേച്ചർ ആണ്. പ്രഷറും വോളിയം പ്രഷറും വോളിയം ഡിപ്പെൻഡിംഗ് അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു താഴത്തെ സബ്സ്ക്രിപ്റ്റ് പിയും ബിയും ഒന്നും കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ അതുകൊണ്ട് ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇവിടെ മൈനസ് ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഉണ്ട്. അത് രണ്ടും കൂടെ എന്താകും? ക്യാൻസൽ ആകും. ദെർഫോർ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നാവും. അപ്പൊ നമ്മുടെ ഒരു സൈഡ് കിട്ടി. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇനി നമ്മൾ നമുക്കൊരു 6 വരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? ഐഡിയൽ ഗ്യാസിന്റെ കേസസ് കൺസിഡർ ചെയ്യും. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഏതാണ്? പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി എന്നുള്ളതാണ്. അതിനകത്ത് മ്യൂ എന്ന് പറയുന്നത് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ അടുത്തൊരു കണ്ടീഷൻ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. നമ്മൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന്റെ കേസസ് ഒക്കെ കൺസിഡർ ചെയ്തപ്പോൾ അങ്ങനെ തന്നെയാണ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കണ്ടീഷൻ തന്നെ ഇവിടെ നമ്മൾ എടുക്കുന്നു. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എടുക്കുന്നു. ദയർപ്പോൾ നമ്മുടെ ഇക്വേഷന് പി വി ഇക്വൽ ടു മ്യൂ ആർ ടി എന്നുള്ള ഇക്വേഷന് നമ്മൾ എന്ത് എഴുതുക? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. വോളിയം ചേഞ്ച് ചെയ്യാൻ ദയർപ്പോൾ ഡെൽറ്റ വി എന്ന് എഴുതുക. പിന്നെ മ്യൂ എന്ന് പറയുന്നത് 1 ആകും. പിന്നെ ടി എന്നുള്ളത് അഗൈൻ ചേഞ്ചിങ് ഫാക്ടർ ആണ്. ദെർഫോർ ഡെൽറ്റ ടി എന്ന് എഴുതുക. ദെർഫോർ പി ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ ടി എന്നാകും. ഇനി അതിന്റെ അകത്തുനിന്ന് ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നാണ്. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് തന്നെയാണ്
നമുക്ക് സി പി മൈനസ് സി വി ഇസിക്കൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടിയുടെ ഇവിടെ പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ സൈഡ് പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ആറാണ്. therefore സി പി മൈനസ് സി വി ഇസിക്കൽ ടു 6. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് മേയേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതൊന്ന് എഴുതി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.